സാറേ, ബംഗ്ലാദേശിൽ ഈ ഡിസംബർ അവസാനത്തോടെ ഇലക്ഷൻ നടത്തണമെന്നുള്ളത് സൈന്യാധിപനായ വാഖറുസ്സമാന്റെ നിർദ്ദേശമാണ്. അതായത് ജനുവരിയിൽ പുതിയ ഭരണകൂടം അവിടെ അധികാരത്തിലെത്തണം. പക്ഷേ മുഹമ്മദ് യൂൻസ് സർക്കാർ താൽക്കാലിക ഭരണകൂടം പറയുന്നത് ജൂണിൽ മതി എന്നാണ്. ഇത് തന്നെയാണ് ഏതാണ്ട് അവാമി ലീഗിൻ്റെ BNPയുടെയും നിലപാട്. അപ്പം BNPയുടെ നിലപാടും ഈ പറയുന്ന സൈന്യാധിപന്റെ നിലപാടും തമ്മിലൊരു ക്ലാഷ് ഉണ്ടാവുമോ? എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുക? അല്ല, അതിൻ്റെ ശരിക്കും പറഞ്ഞ പ്രശ്നം അതല്ല. അവിടെ ജെൽ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. ജെ ക്യാപിറ്റൽ, ഇ ചെറുത്, പിന്നെ എല്ലും ചെറുത്, ജെല്ല്. അതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നെനിക്കറിയില്ല. പക്ഷെ ഇത് ബംഗ്ലാദേശ് വിമോചന കാലത്ത് പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന പാകിസ്ഥാൻ്റെ ചാരസംഘടനയായിരുന്നു ജെല്ല്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയാണ്. ജമാഅത്തെ ഇസ്ലാമിയാണ് ആ സംഘടന ഉണ്ടാക്കിയത്. അവരാണ് ജെല്ല്. അവർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി എന്നാണ്. അവരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ് ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതായിരിക്കും ശരി എന്ന് പറഞ്ഞു. അത് പറ്റില്ല, ഡിസംബറിൽ തന്നെ തെരഞ്ഞെടുപ്പ് വേണം എന്നാണ് അവിടുത്തെ കക്ഷികളൊക്കെ ആഗ്രഹിക്കുന്നതും ജനങ്ങൾ അതിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്. BNPക്ക് വേറൊരു പ്രശ്നമുണ്ട്. BNPക്ക് ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ അവർക്ക് യാതൊരു മടിയില്ല. ഇപ്പോൾ ഇത് ഇത്രയും സംഗതിയുണ്ട്, അതുകൊണ്ട് അത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്നേ BNP പറയുള്ളൂ. ഈ BNPക്ക് സത്യത്തിൽ ഇവരുമായിട്ടൊരു ചെറിയ സോഫ്റ്റ് കോർണർ ഉണ്ട്. ആരുമായിട്ട്? ജെല്ലുമായിട്ട്, ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട്. ഈ ജെല്ല് പാകിസ്ഥാൻ്റെ ചാരസംഘടനയായി പ്രവർത്തിച്ചിരുന്നതുകൊണ്ട് 1971 മുജീബുർ റഹ്മാൻ ബംഗ്ലാദേശ് സ്ഥാപിച്ചപ്പോൾ ഇവരെ നിരോധിക്കുകയും ഇവരുടെ പാർട്ടി നേതാക്കൾ പാകിസ്ഥാനിലേക്ക് കടക്കുകയും ചെയ്തു. കുറേ പേരെ എക്സ്പെല്ലും ചെയ്തിട്ടുണ്ട്. പിന്നീട് BNP ഇടയ്ക്ക് അധികാരത്തിൽ വരുമ്പോൾ ഇവർക്ക് കുറച്ച് കാലത്തേക്ക് ഇവരുടെ നിരോധനം നീക്കും. പക്ഷേ ഒരു 5-6 മാസം കഴിയുമ്പോൾ BNP വീണ്ടും നിരോധനം ഏർപ്പെടുത്തും. അതെന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല ആണ് വസ്തുത. ശൂര എന്നാണ് അവർ ജനപ്രതിനിധി സഭയെ പറയുന്നത്. ശൂര എന്ന് പറയുന്ന SHURA, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഷൂറ എന്നാണ്. ഷൂറ. കറക്റ്റ് അതാണോന്ന് എനിക്കറിയില്ല. എന്തായാലും അത് ജനപ്രതിനിധി സഭയല്ല. ജനപ്രതിനിധി സഭകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ളൊരു കൺസൾട്ടേറ്റീവ് കപ്പാസിറ്റി മാത്രമുള്ളവരാണ്. എന്താ കാരണം? ഈ ലോകത്തിന് നിയമം വിധിക്കാനുള്ള പരമാധികാരം, നിയമം നിർമ്മിച്ച് നിയമം നടപ്പിലാക്കാൻ നിർദ്ദേശിക്കാനുള്ള പരമാധികാരം ദൈവത്തിൽ മാത്രം നിക്ഷിപ്തമാണ്. അപ്പോൾ ഡിവൈൻ സോവറിനിറ്റി എന്ന് പറയുന്നത്, അതായത് ദൈവദത്തമായ പരമാധികാരത്തെയാണ് ഇസ്ലാമിക് സംഘടന എന്ന നിലക്ക് ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്നത്. അപ്പോൾ ആ ദൈവം നൽകിയിരിക്കുന്ന നിയമം ഏതാണ്? അത് ശരീഅത്താണ്. അപ്പോൾ മനുഷ്യൻ്റെ ധർമ്മം എന്താണ്? മനുഷ്യൻ്റെ ധർമ്മം ദൈവം കൽപ്പിച്ച് നൽകിയിരിക്കുന്ന നിയമത്തെ മറികടക്കുന്ന തരത്തിൽ നിയമം നിർമ്മിക്കാൻ മനുഷ്യന് അവകാശമില്ല. മനസ്സിലായോ? അങ്ങനെ നിയമം നിർമ്മിക്കുന്നത് ദൈവനിന്ദയാണ്. അപ്പം അതുകൊണ്ട് ജനാധിപത്യം ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ദൈവനിന്ദയാണ്. കാരണം ജനാധിപത്യം നിയമം നിർമ്മിക്കാനും നിയമം നടപ്പിലാക്കാനും അത് മനുഷ്യന് നൽകാനുമുള്ള പരമാധികാരം ദൈവത്തിലായിരിക്കെ ദൈവത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ഇരുന്ന് നിയമം നിർമ്മിച്ച് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിയമം ശരീഅത്ത് നിയമമാണ്. ഇതാണ് ആരുടെ അഭിപ്രായം? ജമാഅത്തെ ഇസ്ലാമിയുടെ അഭിപ്രായം. പക്ഷെ ബംഗ്ലാദേശ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ബംഗ്ലാദേശ് ഒരു ജനാധിപത്യ രാജ്യമാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് ജനപ്രതിനിധികൾ ഒരുമിച്ച് ചേർന്നിട്ട് നിയമനിർമ്മാണത്തിൽ ഏർപ്പെടേണ്ടി ചെയ്യുന്നത്.
അവിടെ നിയമം നിർമ്മിക്കുന്നതും നിയമം നടപ്പിൽ വരുത്തുന്നതും നിയമലംഘകരെ ശിക്ഷിക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ്, ശരീഅത്ത് നിയമത്തിൻ്റെ ഭാഗമായിട്ടല്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമികൾ ഇതിനെതിരെ എന്നും എതിരായിരുന്നു. അപ്പോഴും എതിരാണ്, ഇപ്പോഴും എതിരാണ്. ആ ജമാഅത്തെ ഇസ്ലാമികളുടെ ഒരു പിണിയാളായിട്ടാണ് നമ്മുടെ ബഹുമാനായ നോബൽ ലോറേറ്റ്, അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് കിട്ടിയതാണ്. സാമ്പത്തിക ശാസ്ത്രത്തിലല്ല നോബൽ പ്രൈസ് കിട്ടിയത്, സമാധാനത്തിനാണ്. സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടുന്നതും സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് കിട്ടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെ സംഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8% പലിശക്ക് പണം മേടിച്ചിട്ട് 24% പലിശക്ക് അവിടുത്തെ ബംഗ്ലാദേശിലെ സ്ത്രീകൾക്ക് കൊടുത്ത് അവരെ എന്നേക്കും കടക്കാരാക്കി മാറ്റി എന്നുള്ളതാണ്. ഒരു പലിശക്കാരനെ കൊടുക്കേണ്ട ഒന്നാണ് നോബൽ സമ്മാനം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ഊഹിച്ചാൽ മതി. വെറും ഒരു പലിശക്കാരനാണ് ഇയാൾ. ഇയാളുടെ മൈക്രോ ഫിനാൻസിങ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ മൈക്രോ ഫിനാൻസിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 8% മേടിക്കുന്ന പൈസ 24% കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും ലാഭമുണ്ട് അതിന്. ആ ലാഭമാണ് മൈക്രോ ഫിനാൻസ് തുടങ്ങുന്ന എല്ലാവരുടെയും ലാഭം. അതാണ് നമ്മുടെ മുത്തൂറ്റ് മൈക്രോ ഫിനാൻസിൻ്റെ ലാഭം. അതുകൊണ്ടാണ് മൈക്രോ ഫിനാൻസ് തുടങ്ങുക. കൊള്ളപ്പലിശക്കാരനില്ലേ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെയുള്ള ആ കൊള്ളപ്പലിശക്കാർ എന്നും കാശുണ്ടാക്കിയിട്ടുണ്ടല്ലോ. അവരുടെ അത്രയും കാശ് വേറെ ആർക്കും ഇല്ലോ നമ്മുടെ നാട്ടിൽ. ഒരു നാട്ടിലും ഒരു സ്ഥലത്തും ഇല്ല. അവർക്കാണ് ഏറ്റവും കൂടുതൽ പണം വരുന്നത്. അതുപോലെയുള്ള ഒരു കൊള്ളപ്പലിശ സങ്കേതം ഒരുക്കി വെച്ചൊരു കക്ഷിയാണ് ഈ മുഹമ്മദ് യൂനസ്. അല്ലാതെ അയാൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ പറയട്ടെ, അയാളുടെ സാമ്പത്തിക ശാസ്ത്രത്തിൽ മുഹമ്മദ് യൂനസിൻ്റെ സംഭാവന നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇന്ത്യയിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞരിൽ ആരുടെയെങ്കിലും സംഭാവന, ആകെ നമ്മൾ കേട്ടിട്ടുള്ളൊരു സംഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഫെയർ ഇക്കണോമിക്സ് പറഞ്ഞ അമർത്യ സെന്നിൻ്റെയാണ്. വെൽഫെയർ ഇക്കണോമിക്സ് അമർത്യ സെന്നിൻ്റെ സംഭാവനയല്ല, മഹാത്മാഗാന്ധി അത് തന്നെയല്ലേ പറഞ്ഞേക്കണ. വെൽഫെയർ ഇക്കണോമിക്സ് അമർത്യ സെന്നല്ലോ ആദ്യമായിട്ട് പറയുന്നത് മഹാത്മാഗാന്ധിയല്ലേ. പക്ഷേ മഹാത്മാഗാന്ധി പറഞ്ഞതിനെടുത്ത് വേറൊരു തരത്തിലാക്കി അവിടെ ഇവിടെയൊക്കെ മാറ്റി അവിടെ ഇവിടെയൊക്കെ ഇൻകൺസിസ്റ്റൻസി വരുത്തി അവതരിപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന് അതെങ്കിലും പറയാനുണ്ട്. മുഹമ്മദ് യൂനസിന് അതുമില്ല. വേറെ ഇന്ത്യയിലുള്ള ഇപ്പോൾ മൻമോഹൻ സിംഗ് വലിയ എക്കണോമിസ്റ്റാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഇക്കണോമിക്സിലെ സംഭാവന എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയില്ലല്ലോ. ഇല്ല. കാരണം ഇവർക്കൊന്നും അങ്ങനെ വലിയ സംഭാവന, ഇവർ ഈ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അങ്ങനെ ചെയ്യുന്നവരൊക്കെ സാമ്പത്തിക ശാസ്ത്രജ്ഞരെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അവർ അത് പഠിച്ചു ചെയ്യുന്നവരാണ്. ഇപ്പോൾ എൻജിനീയറിംഗ് പഠിച്ചതിന് ശേഷം പാലം പണിയുന്നവരൊക്കെ എൻജിനീയറിംഗിൽ വലിയ കോൺട്രിബ്യൂഷൻ ഉള്ളവരാണോ? അല്ലല്ലോ. ഒരു ശ്രീധരൻ അതിനകത്തുണ്ട് എന്നുള്ളത് യാദൃച്ഛികതയാണ്. വേറെ ആരും ഇല്ലല്ലോ. അല്ലെങ്കിൽ ഒരു വിശ്വേശ്വരയ്യ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ യാദൃച്ഛികതയാണ്. വേറെ ആരും ഇല്ലല്ലോ. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് പഠിച്ചു ചെയ്യുന്നതാണ്. ഇത്രയും തന്നെയാണ് ഇവിടുത്തെ ഈ മൻമോഹൻ സിംഗ് അടക്കമുള്ള ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞർ ചെയ്തു എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയാണ്. ഇയാൾക്ക് അതുമില്ല മുഹമ്മദ് യൂനസിന്. പക്ഷേ മുഹമ്മദ് യൂനസിന് ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മുഹമ്മദ് യൂനസ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിശ്വസ്തനാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പറയുന്നതേ അദ്ദേഹം ചെയ്യൂ. അദ്ദേഹത്തെ അവിടെ താങ്ങി നിർത്തുന്ന സംഘടനയും ജമാഅത്തെ ഇസ്ലാമി. BNP അദ്ദേഹത്തിൻ്റെ കൂടെയൊന്നുമില്ല. അവരവിടെ വലിയ പ്രക്ഷോഭമൊക്കെ ഇപ്പൊ നടത്തി. BNP അദ്ദേഹത്തിന്റെ കൂടെയൊന്നുമില്ല. അത് വെറുതെ പറയുന്നതാണ്. BNP ഉണ്ടെന്നൊക്കെ പറയും, പക്ഷെ BNP അദ്ദേഹത്തിന്റെ കൂടെയില്ല. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് മറ്റുള്ളവരാണ്. ആരാണ്? ഇസ്ലാമിക തീവ്രവാദി ഗ്രൂപ്പാണ്. ആ തീവ്രവാദി ഗ്രൂപ്പ് പറയാതെ ഇവരൊന്നും ചെയ്യാനും പോകുന്നില്ല. അപ്പോൾ ഈ തിയോ ഡെമോക്രസി എന്ന് പറയുന്ന വിചിത്രമായ ഒരു സങ്കല്പമാണ് ആര് വിഭാവനം ചെയ്തിരിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പ് ഒരിക്കലും നീതിപൂർവമല്ല. കാരണം ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്തവരാണ് അവരെ. നമ്മുടെ ഭരണഘടന എങ്ങനെയാണ് ആരംഭിക്കുന്നത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യക്കാരായ നമ്മൾ എഴുതി ഇന്ത്യക്കാരായ നമുക്ക് സമർപ്പിച്ച് ഇന്ത്യക്കാരായ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഭരണഘടന. ആ ഇന്ത്യക്കാരായ നമ്മളാണ് എന്തുണ്ടാക്കുന്നത്?
നിയമം ഉണ്ടാക്കുന്നത്. നിയമം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന നിയമം അല്ലാഹു ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കൺസൾട്ട് ചെയ്ത് നടപ്പിലാക്കുന്നതാണ് ജനങ്ങളുടെ രീതി എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. ഇനിയാണ് ഞാൻ ഒരു കോൺട്രാസ്റ്റ് പറയാം. ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ആരാണ്? മീഡിയ വൺ ചാനലും മാധ്യമം പത്രവുമാണ്. മീഡിയ വൺ ചാനലും മാധ്യമം പത്രവും ആരുടെയാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെയാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ അഭിപ്രായത്തെ ചോദ്യം ചെയ്താൽ നിങ്ങൾ മരണശിക്ഷക്ക് വിധിക്കപ്പെടേണ്ടവനാണ്. അവിടെ എവിടെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം വരുന്നത്? പക്ഷെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇവിടുത്തെ പ്രശ്നങ്ങളിൽ പരമാവധി കുത്തിത്തിരിപ്പുണ്ടാക്കുക, ഞങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് എന്ന് വരുത്തുക. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊന്നും അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുക. പക്ഷേ ഒരു കാര്യമുള്ളത്, അവർ ഈ കാശ് കിട്ടും എന്നുണ്ടെങ്കിൽ മലയാളികളെ കൊണ്ട് എന്തും ചെയ്യിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ തെളിവ് വലിയ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള എല്ലാവരും അവിടെ പോയിട്ട് പത്രാധിപരായിരുന്നിട്ടുണ്ട്. അതെ, പി കെ ബാലകൃഷ്ണൻ, ടി വേണുഗോപാലക്കുറിപ്പ്, രണ്ടുപേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, സി രാധാകൃഷ്ണൻ, ചേക്കൂട്ടി അതിനകത്ത് ഏത് ഒരെണ്ണത്തിലുണ്ടായിരുന്നു? തേജസ്സിലാണ് പോയിരിക്കുന്നത്. തേജസ്സിലാണ് ചേക്കൂട്ടി പോയിരുന്നത്. ഇവരെല്ലാം പോയിരുന്നു. ഇവരൊക്കെ വലിയ അഭിപ്രായ സ്വാതന്ത്ര്യം പറയുകയും ചെയ്യും. അവിടെ എവിടെയാണ് തേജസ്സിൽ എവിടെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം? അള്ളാഹ്ക്കെതിരെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പം ഇവരൊക്കെ മാധ്യമ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യം ഇതൊക്കെ വേണം എന്ന് പറയുന്നവരാണ് അവിടെ പോയിരിക്കുന്നവർ. ഈ കാപട്യം മലയാളിയുടെ ഒരു ശീലമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കഷ്ടകാലം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.